ട്രെയിനിങ് സമയത്ത് ഭയങ്കര പീഡനമാണ് പറയുന്നത്. ഇതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിള്ളേരല്ലേ ചേച്ചി, അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അസൂയ ആ കമന്റ് ബോക്സ് തുറക്കുമ്പോഴേ എല്ലാം പെൺപിള്ളേർ, സ്വാഭാവികമായിട്ട് അവർക്ക് അസൂയപ്പെട്ടിട്ട് അസൂയക്ക് എന്തായാലും വരുന്നില്ല. അത് പെൺപിള്ളേരായാലും. ഞാനിവിടെ 3 വർഷമായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. നമ്മളെ ഒരു സ്റ്റാഫ് എന്നുപരി നല്ലൊരു സഹോദരി പോലെയാണ് നാം കണ്ടിട്ടുള്ളത്. ഈ പോയവര് ഈ കമന്റ് ഇട്ടെന്ന് പറയുന്നുണ്ടല്ലോ, അവര് പോലും ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ച് ആട്ടം ആടി പോയവരാണ്. സത്യമായിട്ടും കാണുന്നവര് പറയുന്നത് ഞങ്ങൾ ആക്ടിങ് ആണ്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ വേറെ പരിപാടികളാണ് ഇതൊക്കെയാണ് ഓരോരുത്തരും കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇപ്പൊ ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ പരിപാടിക്കൊന്നും ഇവിടെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ നോക്കുന്നത്. അവരൊരു വട്ടെങ്കിലും ഇവിടെ വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ആരും അങ്ങനെയൊന്നും പറയില്ല. ഇവിടെ നല്ല ഹാപ്പിയാണ്. പുറമേ നിന്ന് ആർക്കും എന്തും പറയാമല്ലോ. അത് കേട്ട് വിശ്വസിക്കുന്ന കുറെ പേര് കാണും. പക്ഷെ ഇതിന് ഉള്ളിൽ നിൽക്കുന്നവർക്കറിയാം അതൊന്നും സത്യമല്ലെന്നുള്ള കാര്യങ്ങൾ. അപ്പൊ മാമിന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും സങ്കടത്തിലാ കയറണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളതൊക്കെ മറന്ന് ഇവിടെ പോകുന്നത്. പിന്നെ നമ്മുടെ സാലറി അത് പറയണ്ടില്ല. നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും നല്ലൊരു ഏണിങ്സ് ആണ് മന്ത്ലി കിട്ടുന്നത്. മാം ആണെങ്കിൽ ഒരു സഹോദരിയെ പോലെ തന്നെയാണ് ഞങ്ങളോട് എല്ലാവരോടും പെരുമാറുന്നതാണേലും എല്ലാം. കമന്റ് ഇടുന്നവരിൽ ഒരു 98% ഒലിവിൽ വന്നിട്ടില്ലാത്തവരാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു അറിയാത്തവരാണ്. അപ്പം ഞങ്ങളെ മാക്സിമം പല കമന്റുകളിൽ കൂടെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം മാക്സിമം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നു. ചിലർ പറയുന്നത് ഞങ്ങൾ ഡ്രസ്സ് ക്വാളിറ്റി ഇല്ലെന്ന്. അവര് വാങ്ങിച്ചു നോക്കാതെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നല്ല മറുപടി പറയണമെന്നുണ്ട്. എനിക്ക് പോലും തോന്നി ഈ സംഭവം ഒന്ന് വിവാദമാക്കാനായിട്ട് പല ആൾക്കാർ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒലിവിയ കളക്ഷൻസിലെ. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ്സിനൊക്കെ ഒരുപാട് രീതിയിൽ ടോർച്ചർ ചെയ്യുന്നൊക്കെ രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അവരോട് തന്നെ ഡയറക്റ്റ് ചോദിക്കാം എന്താണ് ആക്ച്വലി നടക്കുന്ന പ്രശ്നങ്ങൾ, അവർ ടോർച്ചർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് വീടിനുള്ളിലേക്ക് പോകാം. ഫ്രീഡം ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ എൻജോയ് ചെയ്യുന്ന റൂമാണ് ഇത്. ശരിക്കും നിങ്ങൾ കണ്ടോ? ഇത് എന്താ മിനി സൂവോ നല്ല ഭംഗിയുണ്ട്. ഒരു നിമിഷം ഞാൻ വീഡിയോ വന്നേ, ആ നിമിഷം കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാ. ഇത്രയും ഈ പണിക്കാരെയൊക്കെ വിളിച്ച് അറേഞ്ച് ചെയ്തു. നിങ്ങൾ ഇനി അടുത്ത കമന്റ്സ് ഇടണം, കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ള കമന്റ്സ് ഇടുന്നത്. ടി വി നോക്കാം. എന്റെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ടി വി ആണ്. സ്റ്റാഫുകൾക്ക് നമ്മുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട് ഇത്രയും വലിയ ടി വി. അത്രയും വലിയ ടി വി ആണ് അവർക്ക് അല്ലേ? നിങ്ങൾ ഇതിൽ എന്താ കാണുന്നത്? പിന്നെ വേണ്ട ആ സാധനം കണ്ടോ, ഊഞ്ഞാല്. ഇവിടെ ഇനി എന്തൊക്കെ സൗകര്യങ്ങൾ വേണം ശരിക്കും? AC 1 2 2 AC 1 2 3 4 ഫാൻ, 2 AC 4 ഫാൻ. ഇവിടെ എൻജോയ്മെന്റ് ഇല്ല, ഫ്രീഡം ഇല്ല, ചെയർ ഇല്ല, ചൂടാണ്, 2 AC ഇല്ല. അതെ, എന്തുകൊണ്ട് കൊടുക്കുന്നു? താഴെ എന്റെ പർച്ചേസിങ് ഇതാ, അവിടെ ഇത്രയും കസേര നിരത്തി ഇടാൻ പറ്റത്തില്ല. അവിടെ അവർക്ക് സ്റ്റൂൾ, അവർ പർച്ചേസ് ചെയ്ത് പോരുവോ മോളിലോട്ട്. പിന്നെ ഇവിടാണ് അവര് ചെയ്യുന്നത്, മനസ്സിലായില്ല? അവർക്ക് ഇവിടെ പോയി വിശാലമായിട്ട് ഇരുന്നാൽ പോലെ. ഇതിൽ കൂടുതൽ എന്ത് കൊടുക്കണം? കേരളത്തിൽ ഏത് സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ കൂടുതലുള്ള സന്തോഷവും ഫ്രീഡവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർക്ക് 2 AC ഉണ്ട് ഗൈസ്, അത് മാത്രമല്ല ഒരു TV ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അവരുടെ ഓഫീസ് 3 ഓഫീസ് ഉണ്ട്. ഇനി അങ്ങോട്ട് പോയ വിശേഷങ്ങളൊക്കെ ചേച്ചി നിങ്ങൾ ഇന്ന് ഞാൻ ഇതെല്ലാം കാണിച്ചു തരും കേട്ടോ. ഇതെല്ലാം നിങ്ങളെ കാണിച്ചു വിടത്തുള്ളൂ. അപ്പൊ ഇതാണ് ശരിക്കും ഇതിലുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട്. കാരണം നമുക്ക് അല്ലെ കവർന്ന് നിന്ന് കാണിച്ചു കൊടുക്കും. കാരണം അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും അല്ലെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരെ സ്വന്തം വീട്ടുകാരെ പോലെ കണ്ട് ഇത്രയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി ആ സ്റ്റാഫ്, അതായത് ഇവിടെ നിൽക്കുന്ന കുട്ടി, അവർക്ക് ഒരിക്കലും എന്താ പറയാ ഒരു നെഗറ്റീവ് പറയാനില്ല ആരെ കുറിച്ചും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഇത്രയും നേരം അശ്വതി ചേച്ചിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അല്ലെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞു എന്റെ മക്കളൊക്കെ കുറെ പേര് ഇവിടെ ഇരിപ്പുണ്ട്, അവരെ ഞാൻ പീഡിപ്പിക്കുന്നുണ്ടോ അതോ പട്ടിണിക്കിടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാരോടും ചോദിക്കാൻ പോവാണ്, ഇവിടെ പീഡനം അനുഭവിച്ച എത്ര പേരുണ്ട് ശരിക്കും? നിങ്ങളൊക്കെ എങ്ങനെയാണ് ശരിക്കും ട്രീറ്റ് ചെയ്തത്? ഞാനിവിടെ 3 വർഷമായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. നമ്മളെ ഒരു സ്റ്റാഫ് എന്നുപരി നല്ലൊരു സഹോദരിയെ പോലെയാണ് നാം കണ്ടിട്ടുള്ളത്.
അപ്പം അലിഗേഷൻസ് ഒക്കെ എല്ലാരും കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്താ തോന്നിയത്? ഇവിടെ വെളുപ്പും കറുപ്പും എന്ന് മാത്രം എല്ലാവരും ഉണ്ട്, നോക്കാലോ. അതെ, എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ. അങ്ങനെ ഇന്ന കാറ്റഗറി പെട്ട ആൾക്കാരായിട്ട് അങ്ങനെ ആരുമില്ല അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചേച്ചി അശ്വതി ചേച്ചി എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം? ഇവിടെ ഒരാളിപ്പ എന്നോട് പറയണം എങ്ങനെയാണെന്ന്. നിങ്ങളെ ചേച്ചിയെ കുറിച്ച് ചോദിച്ചേ, എന്താ പറയാനുള്ളത് പറഞ്ഞോ. ഞാനിപ്പോ വന്നിട്ട് ഒരു 1 month ആയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് സാലറി വാങ്ങിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്റെ ഇത്രയും നാളത്തെ ഇവിടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാം ആണെങ്കിൽ ഒരു സഹോദരിയെ പോലെ തന്നെയാണ് ഞങ്ങളോട് എല്ലാരോടും പെരുമാറുന്നതാണേലും എല്ലാം. നല്ല ഫ്രീഡം ആണ് ഇവിടെ. വന്നപ്പോ തൊട്ട് അന്നോട്ട് ഇന്ന് വരെയും ആട്ടവും പാട്ടും ഡാൻസും അതുപോലെ സന്തോഷം അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഒരു നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. മാം ആണെങ്കിലും വന്നിരിക്കുമ്പോഴാണെങ്കിലും ചുറ്റും ഞങ്ങൾ കാണും. മാമിന്റെ ചുറ്റും ഞങ്ങൾ എപ്പോഴും കാണും. മാം ആണെങ്കിലും ഞങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കും. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം, എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ മാമിനോട് പറയണം. ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് മാം നിൽക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്താ സങ്കടം കേട്ട് മാമിന് സങ്കടത്തിലായി, നിങ്ങൾ എല്ലാവരുടെ സങ്കടത്തിലാക്കി മാമിനെ. എന്താ പറയാനുള്ളേ? മാം ഇപ്പൊ ഭയങ്കര വലിയ സങ്കടത്തിൽ നിൽക്കുക. നിങ്ങൾ എന്താ പറ്റിച്ചൊക്കെ ജീവിക്കുന്നു എനിക്ക് പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് അതൊക്കെ. എന്താ പറയാനുള്ളത്? ഞാനെല്ലാം കേൾക്കുന്നുണ്ടെന്ന്. എന്താ പറയാനുള്ളേ? പറയുന്ന എല്ലാം തെറ്റാണ്. ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ. ഞങ്ങൾക്കൊക്കെ വേറെ പരിപാടികളാണ് എന്നൊക്കെയാണ് ഓരോരുത്തരും കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇപ്പൊ ഞങ്ങള് കല്യാണം കഴിച്ചവരും ഉണ്ട്, കല്യാണം കഴിക്കാത്തവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ പരിപാടിക്കൊന്നും ഇവിടെ പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് അകത്തിരുത്തി, അതായത് ഭക്ഷണം തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ നിങ്ങൾ വീടിനകത്തൊക്കെ കയറുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യം തരുന്നതല്ലേ? അപ്പൊ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? എനിക്കൊന്നും അറിയത്തില്ല എന്താ ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്ന്. അസൂയ. അവിടെ ആരാ പറഞ്ഞേ? ജോയ്സ് വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ്. അസൂയ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് തന്നെയാണോ? ആണ്. അസൂയക്കാരാണോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പം നിങ്ങൾക്കൊന്നും ജോലി ഇനി ഇതല്ലാന്ന് ഒരു വേറെ ഓപ്ഷൻ നിങ്ങൾ എങ്ങോട്ട് പോവും? എങ്ങോട്ടാ പോവാ? പോകത്തില്ല. അല്ലേ, ഇവിടെ തന്നെ ഞാൻ നിക്കുള്ളൂ അല്ലേ? ഇത് തന്നെ ബെറ്റർ. ശരിക്കും നമ്മൾ ഇത്രയും ചിരിച്ച് കളിച്ച് എടുക്കണമെങ്കിൽ ഇത് വലിയൊരു സീരിയസ് കാര്യമാണ്. ശരിക്കും ഇത്രയും പേരെ ബാധിക്കരുത്. കണ്ടറിയാം ഇത്രയും പേര് ഇപ്പൊ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ചിരിയും വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ ഹാപ്പിയാണ് ശരിക്കും ഇപ്പൊ ഇരിക്കുമ്പോ. ചേച്ചി പറഞ്ഞല്ലോ ആർട്ടിഫിഷ്യൽ ചിരിയാണ് കേട്ടോ. ആണോ? അങ്ങനെയാണോ ശരിക്കും? എന്താ കരിഷ്മ ചേച്ചിക്ക് ഇവിടെ എന്താ അനുഭവം ഉണ്ടായിട്ടുള്ള? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ എന്തിനാ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത്? മൈൻഡാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓരോ ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും അങ്ങനെ ഒരു അലിഗേഷൻസ് ഒക്കെ വരുന്നത് ഒന്നും പറയാനില്ല, എല്ലാം സത്യ ചേച്ചി. അല്ല, സത്യമൊന്നും അല്ല. അതിലെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിരുന്നു. പക്ഷെ അതൊന്നും അല്ല. അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് അന്വേഷിക്കാവുന്നതാണ്. ഞങ്ങള് ഇവിടെ എന്താ പറയാ ഉള്ള കാര്യങ്ങളാണ്. മീൻസ് ഇവിടെ ചെയ്യുന്ന വീഡിയോസിൽ മാം എല്ലാ കാര്യങ്ങളും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാമിന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും സങ്കടത്തിലാ കയറണമെങ്കിലും എന്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളതൊക്കെ മറന്ന ഇവിടെ പോകുന്നത്. ലിപ്സ്റ്റിക് ഇടാത്ത ഫൈൻ ഉണ്ട്. എത്ര രൂപ ഫൈൻ അടയ്ക്കേണ്ടത്? അതെ, ലിപ്സ്റ്റിക് ഇല്ലാത്ത ആരും ഇല്ല, ചുരുക്കം വരെ. എത്ര പേര് ലിപ്സ്റ്റിക് ഇടാത്ത? എന്താ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ഫൈൻ. ലിപ്സ്റ്റിക് ഇടാത്ത എന്താ വരും? ഫൈൻ ഒക്കെ ഉണ്ടോ ചേച്ചി ഇവിടെ? ഇല്ല. നിങ്ങൾ തമ്മി സംസാരിക്കാത്തവരാണോ നിങ്ങള്? അല്ല, സംസാരിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും. പക്ഷെ പിന്നെ എന്തിനാ പിടിച്ചോ പറഞ്ഞോ പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നേ? ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്, അശ്വതി ചേച്ചിയെ കുറിച്ച് പറയുന്നത് കൊണ്ടാ. ഭയങ്കര വലിയ പീഡനമാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശരിക്കും ആണോ അത്? പുറത്ത് നിൽക്കുന്നവർക്ക് പലതും പറയാമല്ലോ. നമുക്ക് 1000 കുടത്തിന്റെ വാ പിടിച്ചു കേട്ടോ. ചേച്ചിക്ക് കാര്യം അറിയാം കേട്ടോ. ചേച്ചി പറയാതിരിക്കാൻ, ചേച്ചിക്ക് കാര്യമൊക്കെ അറിയാം കേട്ടോ. മനുഷ്യന്റെ വാ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പുറത്ത് നിൽക്കുന്നവർക്ക് ഇവിടെ എന്തോ നടക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ ഇവിടെ ആട്ടവും പാട്ടവും ചാട്ടവും ഒക്കെ കണ്ടു കഴിയുമ്പോ അവർക്കൊരു അസൂയ. ഈ പ്രായത്തിൽ ഞാൻ ആടും പാടും എല്ലാം ചെയ്യും, കൈയടിക്കുള്ളൂ. സമയങ്ങളിൽ ഞങ്ങൾ ഇവിടെ ചാട്ടവും പാട്ടും ആട്ടവും ഒക്കെ കാണും. അതുകൊണ്ട് മേമും ഞങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാരും കൂടിയാണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. അപ്പൊ ഇത് പുറത്ത് നിൽക്കുന്നവർ ലൈവ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ഇടുന്നത്. അപ്പൊ അത് കാണുന്നവർക്ക് അസൂയ, അത്രേ ഉള്ളൂ. അസൂയ. ഈ ഉയർച്ച കാണുന്നുണ്ടെങ്കിൽ അസൂയാണ് മറ്റുള്ളവർക്ക്.
ആ ഒരു വിഷയമാണ് ഇവിടെ ഇപ്പൊ ഇത് ഇത്രയും പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് പോയ കുട്ടികളും അതായിരിക്കും. അപ്പൊ അവരുടെ സമയങ്ങളിലും ഇതുപോലുള്ള സമയമുണ്ട്, അവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവര് ഈഗോ പ്രശ്നമായിട്ട് നടക്കുന്നവരില്ലേ, അവർക്ക് മറ്റേ കാര്യം ഇത് കാര്യം ഇതൊക്കെ അവരുടെ മനസ്സിൽ ഇരിക്കുന്നിടത്തോളം കാര്യം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എൻജോയ് ചെയ്ത് കാണുമ്പോൾ അവർക്ക് അസൂയുള്ളൂ. അസൂയാണ്. ഇവിടെ വന്നതില്ലേ എല്ലാരും പറഞ്ഞ ഒരു വാക്കാണ് അസൂയാണ്. അസൂയ ശരിക്കും അസൂയ തന്നെയാണോ? ഇവിടെ മിണ്ടാതിരിക്കുന്ന കുറെ പേരുണ്ടെന്ന് പറഞ്ഞേ. അല്ല ഞാൻ എന്താ പറയുന്നത്, അതൊക്കെ സത്യമാണ്. എന്താ പറയണ്ടേ? അല്ല, അസൂയ കൊണ്ട് തന്നെയാണ്. അസൂയ കൊണ്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ KFC കഴിക്കുന്നു, എന്തിനാ അശ്വതി ചേച്ചി ശല്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഷോപ്പിങ്ങിന് കൂടെ പോകുന്നത്? അതൊക്കെ അല്ലേ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം? ആരാ ഷോപ്പിങ്ങിനൊക്കെ കൂടെ പോയവര്? അവരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം. പറഞ്ഞോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം? കമന്റ് ബോക്സ് കണ്ടല്ലോ, കണ്ടോ? എല്ലാരും ഇരുന്ന് കമന്റ് ബോക്സ് കാണുന്നുണ്ട്. പറഞ്ഞോ. നമ്മൾ എൻജോയ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. പുറത്തുനിന്ന് കാണുമ്പോ അവർക്ക് അസൂയ ആയിരിക്കും. പിന്നെ നമ്മള് സാലറി അത് പറയണ്ടില്ല. നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും നല്ലൊരു ഏണിങ്സ് ആണ് മന്ത്ലി കിട്ടുന്നത്. ആണ്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായത് ഒരാളാരാ? ഫിനാൻഷ്യലി ഒക്കെ മാറ്റം വന്ന ഒരാൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. പറ എന്തൊക്കെ മാറ്റം? എന്തൊക്കെ മാറ്റം? ഇതെന്തേലും ജ്വല്ലറി, ഒരു മിനി ജ്വല്ലറി ആണ് എന്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ വന്ന് മേടിച്ചാണ് അല്ലേ? പറയും, 2 വാക്ക് പറയും, എന്തേലൊക്കെ പറയും. ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇവിടുന്നാന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു അല്ലേ, നമുക്കറിയാം സ്വർണ്ണത്തിനൊക്കെ എന്താ വില അല്ലേ? ഉണ്ട്, വരാം. പക്ഷെ ഇതാണ് നമുക്ക് ഒരു മിനി ജ്വല്ലറി ആയിട്ട് അല്ലേ കാണുമ്പോ തന്നെ തോന്നുന്നത്. ശരിക്കും ഇന്ന് കിട്ടോണ്ട് വന്ന എന്താ ഉദ്ദേശം? എന്താ ഇന്ന് ഇട്ടോണ്ട് വന്നത്? ഡെയിലി ഇടാറുണ്ട്. അല്ല ഇനിയിപ്പോ പറയും കേട്ടോ, വരുന്നത് കൊണ്ടാണ് ഇട്ടെന്നൊക്കെ പറയും. ആണോ? ആണ്. അപ്പം ഇത് മാത്രം ഗോൾഡൊക്കെ മാത്രമാണോ മേടിച്ചിട്ടുള്ളത്? ഇപ്പം ഗോൾഡ് ഒക്കെ ആണ്. ഇവിടെ നിന്നുള്ള നിങ്ങൾക്ക് ശരിക്കും ഒരു സപ്പോർട്ടർ തന്നെ അല്ലേ ശരിക്കും? അങ്ങനെയാണ്. ഇപ്പൊ നാളെ കമന്റ് ബോക്സ് നോക്കുമ്പോഴേ എനിക്ക് തെറിവിളിയൊക്കെ കേൾക്കുവേ, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് വിടാ. അപ്പം ബാക്കി കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പറയണ്ടായിരുന്നു. ബാക്കിൽ കുറെ പേര് ഒളിച്ചിരിക്കുന്നുണ്ട്. പറഞ്ഞോ. വിശേഷങ്ങൾ എന്താ, ഇവിടെ നല്ല ഹാപ്പിയാണ്. അത് ചേച്ചി ഇവിടെ വന്നപ്പോ തന്നെ കണ്ട എല്ലാവരുടെയും ഫേസിൽ ചിരി. അത് ആർട്ടിഫിഷ്യൽ അല്ല, നമ്മുടെ മനസ്സ് സന്തോഷിച്ചിരിക്കുമ്പോഴേ അത് വെളിയിലോട്ട് വരത്തുള്ളൂ. എല്ലാരും നല്ല സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. മാം ആണെങ്കിലും സാറാണെങ്കിലും ഞങ്ങളുടെ കൂടെ നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും. പുറമേ നിന്ന് ആർക്കും എന്തും പറയാമല്ലോ, അത് കേട്ട് വിശ്വസിക്കുന്ന കുറെ പേര് കാണും. പക്ഷെ ഇതിനുള്ളിൽ നിൽക്കുന്നവർക്കറിയാം അതൊന്നും സത്യമല്ലെന്നുള്ള കാര്യങ്ങള്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും പറയാതിരുന്നിട്ടില്ല കേട്ടോ അസൂയാന്ന്. ഈ അസൂയ ഇനിയിപ്പോ നാളെ വരുമോ? പിള്ളേരല്ലേ ചേച്ചി, അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അസൂയ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ല. കാരണം എന്താന്ന് വെച്ചാല് ആ കമന്റ് ബോക്സ് തുറക്കുമ്പോഴേ എല്ലാം പെൺപിള്ളേരാ. അപ്പൊ അവളുമാർക്ക് കാണാൻ പറ്റാ, അത് നമ്മൾ ഇവിടുന്ന് ഞങ്ങളായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് സ്വാഭാവികമായിട്ട് അവർക്ക് അത് അസൂയപ്പെട്ടിട്ട് അസൂയക്ക് എന്തായാലും വരുന്നില്ല. അത് പെൺപിള്ളേരായാലും എനിക്ക് തോന്നുന്നു ഈ ജോലി അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കമന്റ് ബോക്സ് ഒക്കെ അങ്ങറ്റത്തെ ഒരാളിക്ക് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. എന്താ പറയാനുള്ളത്? യൂണിഫോം എവിടെ? സ്ട്രിക്റ്റാ? യൂണിഫോം എവിടെ? യൂണിഫോം ഇല്ല. ആക്സിഡന്റ് ഒക്കെ ആയിട്ട് 6 മാസം ആണ്. അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിൽ ഒരാളെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാധാരണ നമുക്ക് ഒരിടത്ത് ഇത്രയും ഇത് കിട്ടില്ല, അപ്പൊ ഇവിടെ ഇത്രയും ഫ്രീഡം തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ വിഷമം വരാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ കമന്റ് ഒക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാല് എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ ചെന്ന് പബ്ലിക്കിൽ ചെന്ന് കമന്റ് ഇടുന്നത്? അപ്പൊ അവർക്കൊന്നും കാര്യം അറിയത്തില്ല. ഇതില് കമന്റ് ഇടുന്നവരില് ഒരു 98% ഒലിവിൽ വന്നിട്ടില്ലാത്തവരാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാത്തവരാണ്. അപ്പം ഇങ്ങനെ ഒരു വിഷയം വന്നപ്പം അവര് എന്താ പറയേണ്ടത്, ഇപ്പം ഇത്രയും ഉയർന്നു നിൽക്കും. അപ്പൊ ഡേ ബൈ ഡേ ഒലിവേക്കൊന്ന് ഉയർച്ച മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കണ്ട് അസൂയ മൂത്ത് ചുറ്റുമുള്ളവര് അപ്പം ഇപ്പം നമ്മൾ പറയത്തില്ലേ, എന്താ പറയാ, മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തുള്ളെന്ന്. അത് തന്നെയാണ് ശരിക്കും സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെ മാക്സിമം പല കമന്റുകളിൽ കൂടെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, സോഷ്യൽ മീഡിയ മൊത്തം ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളിപ്പം എത്രത്തോളം മാക്സിമം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സപ്പോർട്ടേഴ്സും ഉണ്ട്
അല്ലേ? കസ്റ്റമേഴ്സ് സപ്പോർട്ടേഴ്സ്. ഞാൻ ഇവിടെ ചോദിക്കാൻ വന്നേ കേട്ടോ. ഇവിടെ ചോദിക്കാൻ വന്നപ്പോ സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട്, അറിയുന്നുണ്ട് ഇതൊക്കെ? ഞാനൊരു സൈഡിൽ ഇരുന്നാളെ ചേച്ചി, അങ്ങോട്ടൊക്കെ വെക്കോ? സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട്, നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. പുറത്തുനിന്ന് കേരളത്തിനകത്ത് മാത്രമല്ല, ഞങ്ങൾക്ക് ഓൾ വേൾഡ് കസ്റ്റമേഴ്സ് ആണ് ഉള്ളത്. കസ്റ്റമേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നത്. അതിൽ തന്നെ കമന്റ്സ്, നല്ല കമന്റ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് നല്ല കമന്റ്സ് ഇട്ടേക്കുന്നത് തന്നെ അറിയാം. ചിലർ പറയുന്നത് ഞങ്ങളുടെ ഡ്രസ്സ് ക്വാളിറ്റി ഇല്ലെന്ന്. അവര് വാങ്ങിച്ചു നോക്കാതെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നല്ല മറുപടി പറയണമെന്നുണ്ട്. അപ്പൊ നമ്മള് കമന്റ്സ് ഇട്ട അവര്, അതെ, ഞാനും ജോയ്സിയെ പോലെ എയറിലൊക്കെ കയറുന്ന് മേടിച്ചിട്ടാണ്. നമ്മള് കമന്റ്സ് ഇട്ടാലും അതിന് ഇതായിട്ട് പിന്നെ അടുത്ത ആള് വരും. പക്ഷെ ശരിക്കും ഇത് എന്താന്ന് പറയണെങ്കിൽ അവരിവിടെ വന്നിട്ട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ അവർ കണ്ട് മനസ്സിലാക്കണം എന്താന്ന്. അവർക്ക് വായി തോന്നുന്ന എന്തെങ്കിലും പറയാനായിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലല്ലേ എല്ലാം ഒന്ന് ക്ലിക്ക് ആവുന്ന കണ്ടിട്ട് കുറെ പേര്, എനിക്ക് പോലും തോന്നി ഈ സംഭവം ഒന്ന് വിവാദമാക്കാനായിട്ട് പല ആൾക്കാരും ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞങ്ങള് ഒലിവിയയില്, ഞാൻ എല്ലാം ഇങ്ങനെ അലിഗേഷൻസ് എന്ന് പറയാൻ വന്ന കേട്ടോ. ഒലിവിയയില് ഒരുപാട് ഇത് നടക്കുന്നുണ്ട്. കുറെ ആൾക്കാരാണ്, എനിക്ക് തോന്നുന്നു കൺമണിയുടെ വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഫുഡ് മേടിച്ച് തന്നതിന് വരെ കണക്ക് പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയാറുണ്ടോ ശരിക്കും ഇവിടെ? എങ്ങനെയാ ഇവിടുത്തെ കാരണങ്ങളൊക്കെ എങ്ങനെയാ പറഞ്ഞു? ഇവിടെ ഒരു കുഴപ്പമില്ല, ഫുൾ ഫ്രീഡം ആണ്. ശരിക്കും ബാധിക്കുന്നുണ്ടോ ഈ പ്രശ്നങ്ങളൊക്കെ? ഉണ്ട്. എങ്ങനെയാ ബാധിക്കുന്നത് ശരിക്കും? നമ്മൾ എല്ലാരും ലേഡീസ് ഒക്കെയാണ്. അപ്പൊ എല്ലാവരെ പറ്റി ഭയങ്കര മോശമായിട്ട് കമന്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അവർ ഒരു വട്ടെങ്കിലും ഇവിടെ വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ആരും അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ കേട്ടു വരുന്ന കുറെ കാര്യങ്ങളുണ്ട് കമന്റ് ബോക്സിൽ. അതില് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. എന്താ അത്? ട്രെയിനിങ് സമയത്ത് ഭയങ്കര പീഡനമാണ് പറയുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു മാസമായി. ആ ഒരു മാസത്തെ എനിക്ക് 15 ദിവസം ട്രെയിനിങ് ആയിരുന്നു. ഈ 15 ദിവസം ട്രെയിനിങ് കൊടുക്കുന്ന എന്തിനാണ്? ആ വരുന്ന കുട്ടിക്ക് ഇതിനെ പറ്റി ഒരു ധാരണ വേണം. അല്ലാതെ പെട്ടെന്ന് ഒരാൾ വരുമ്പം ഇന്നൊരു സാധനം ഇങ്ങനെയാണെന്ന് അറിയാതെ ചെയ്തിട്ട് അത് ബിസിനസിനെ ബാധിക്കും. അങ്ങനെ ബാധകമാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ട്രെയിനിങ് തരുന്നു. അന്നേരം സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കണമെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് ജോലിക്ക് കയറാം. അപ്പം ആ 15 ദിവസം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി. ഇതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഞാൻ നല്ല രീതി മാം ഇടുന്ന വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നു, അവർ നമ്മൾ ഡീൽ ചെയ്യുന്നു, ബാക്കി സമയം എൻജോയ് ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന അത്രയും പേരും ഹാപ്പി ആയിട്ടാണ് ആ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ആരും മോശമായിട്ട് പറയത്തില്ല. പുറത്ത് നിന്ന് ഇപ്പോൾ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി വീഡിയോ ഇട്ടു. ആ വീഡിയോയുടെ താരം ആരെന്ന് പോലും അറിയാതെ കുറേ പേര് കമന്റ്സ് ചെയ്യുന്നത്. അത് നമുക്ക് ഒത്തിരി മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ അതിര് വിട്ടപ്പോഴാണ് നമ്മുടെ മാം പോലും ഇപ്പൊ ഇങ്ങനെ ഒരു ഡിസിഷനിൽ എത്തിയത്. അതിൽ ഇത്രയും പേരെ കണ്ണീര് അതിലുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒലിവിക്ക് സപ്പോർട്ടായിരിക്കും എപ്പോഴും. ആയിരിക്കും കേട്ടോ, കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ കൂടെ നിൽക്കുക കേട്ടോ. എല്ലാരും ഉണ്ടായിരിക്കും, എന്നാലും ഞാൻ പറയാണ്, 1-2 മാസം ജോലി ചെയ്ത ആൾക്കാർക്ക് വരെ എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണോ ആൾക്കാർ ഇങ്ങനെ പറയുന്നേ? അത് ഞാൻ പറയത്തില്ല. അത് സ്റ്റാഫാണ്, എക്സിക്യൂട്ടീവ് അല്ല, സ്റ്റാഫാണ്. ഞാൻ വന്നിട്ട് ഇപ്പൊ 4-5 മാസമായി. 5 മാസം തൊട്ട് എനിക്ക് എന്റെ കൃത്യമായിട്ടുള്ള ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ അതിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുവോ അല്ലെങ്കിൽ ഫൈൻ എടുക്കുവോ അങ്ങനെ. ഇപ്പം കുറെ ഇത് തന്നല്ലോ, എല്ലാവരുടെയും സാലറി കൊടുക്കാതെ പകുതി വെച്ച് ഫൈൻ ഇട്ട് കട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. എന്നോട് ഇത്രയും നാള് ഇടപെട്ടതും പെരുമാറിയതും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മേമും സാറും. പിന്നെ എനിക്ക് അവരെ കുറിച്ച് ബാഡായിട്ടൊന്നും പറയാനില്ല. ഈ സ്ഥാപനത്തിനെ കുറിച്ചും ബാഡായിട്ട് പറയാനില്ല. പക്ഷെ എല്ലാരും ഹാപ്പിയാണ്, ഞങ്ങൾ എല്ലാരും ഹാപ്പിയാണ്. ആ ഹാപ്പി അനുസരിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താ പറയാനുള്ളത്? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കേൾക്കുന്നത്, ഞങ്ങൾ ഇവിടെ പല രീതിയിൽ മോശമായിട്ട്, എനിക്കിപ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ പറയുന്നില്ല ഞാൻ. അത് പറയുമ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് പഴയ ജനറേഷൻ അല്ല. പണ്ട് എന്തെങ്കിലും ഒരു സ്ത്രീകളെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്, മാധ്യമങ്ങളുടെ മുന്നിൽ എല്ലാം വരെ പേടിയാണ്. പക്ഷെ ഈ ജനറേഷൻ അങ്ങനല്ല. തൊട്ടേനും പിടിച്ചതിനും എല്ലാം കേസും കാര്യങ്ങളും പോകുന്ന നിയമവും എല്ലാം കൂടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ തന്നെ ഒരു പെൺകുട്ടി ചെയ്തെന്ന് പറഞ്ഞ് ഇത്രയും പെൺകുട്ടികൾ നോക്കിയിരിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ ഈ പറയുന്നവരോട് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ ചോദിക്കുന്നത്? എനിക്ക് എന്നോടൊന്ന് പറയണം. ഇല്ല, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം വേണം. ഇവിടെ കല്യാണം കഴിച്ചവരുണ്ട്, കല്യാണം കഴിക്കാനിരിക്കുന്നവരുണ്ട്. അവരെല്ലാം കുടുംബജീവിതം നശിപ്പിച്ചാണ് ഇങ്ങനെ ഓരോ കമന്റ് ഇടുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഒരു വീട്ടിലുള്ള ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ, നിങ്ങളുടെ അമ്മേനെ ചേച്ചീനെ ആ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. പിന്നെ ഒരു കാര്യം കേട്ടതെന്ന് പറഞ്ഞാൽ, വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ വേണ്ടി മാം എല്ലാവരെയും നിർബന്ധിച്ച് ലിപ്സ്റ്റിക് ഇട്ട് മേക്കപ്പ് ഇട്ട് ഡാൻസ് കളിപ്പിക്കുന്നു, ഫുഡ് കഴിപ്പിക്കുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീഡിയോയിൽ വരുമ്പോഴാണ് കുറച്ച് ഡീസന്റ് ആവുന്നത്. കാണുന്നവര് പറയുന്നത് ഞങ്ങൾ ആക്ടിങ് ആണ്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഈ പോയവര്, ഈ കമന്റ് ഇട്ടവെന്ന് പറയുന്നുണ്ടല്ലോ, അവര് പോലും ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ച് ആട്ടം ആടി പോയവരാണ്. സത്യമായിട്ടും എന്താ
ഡാൻസ് ഞങ്ങളുടെ കൂടെ കളിച്ച് ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്ത് പോയവരാണ് ഈ കമന്റ് ഇടുന്നത്. അതെ. രാത്രി ആയാലും പകലായാലും ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്ത് ഇത്രയും നല്ല സാലറി മേടിച്ചിട്ടാണ് ഇവർ ഈ പറയുന്നത്. അതൊക്കെ ഫസ്റ്റ് സാലറി തന്നെ എടുത്ത് നോക്കണം. ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാരും ഇങ്ങനെ ഒരാള് പോലും കുറ്റപ്പെടുത്താൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാരും സപ്പോർട്ട്. ഇനി നിങ്ങള് കഷ്ടപ്പെട്ട് മേടിച്ചതാണ് ഈ ഓർണമെന്റ്സ് ഒക്കെ, പക്ഷെ പല രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താ പറയാനുള്ളത്? വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു അല്ലേ ശരി പറഞ്ഞ? എന്താ പറയാനുള്ളത്? വന്നതിന്റെ ഇതുവരെ എനിക്ക് ഇവിടെ ഹാപ്പിയാ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കമ്പനിയാ, നല്ലതാ. ഓൾ ഓവർ ഇപ്പം കുറച്ച് ദിവസമായെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാന്നൊക്കെ. എന്താ തോന്നിയിട്ടുള്ളത്? ഞാൻ ഒരു കോളേജിൽ വരും പോലെയാ ഇവിടെ വരുന്നത്. സന്തോഷം, സുഖം. സുഖം. അതെ, ഞാൻ ഇപ്പൊ സുഖം അനുഭവിച്ചോണ്ടിരിക്കുക സോഷ്യൽ മീഡിയ വഴി. ഇനി പറയൂ, ഞാൻ ഇവിടുത്തെ പണ്ടത്തെ സ്റ്റാഫായിരുന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്ന എല്ലാത്തിലും പോയിന്റ്സ് ഉണ്ട്. കാരണം ഒരു പെൺകുട്ടി അത്രയും രീതിയിൽ അല്ലേ പോസ്റ്റായിട്ട് പറയാ, ഇവിടെ വരുന്നത് വേറെ പണിക്കാന്ന് പറയാ. എന്നാ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആൾ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ. അതിനൊക്കെ ഒരാൾ മാർക്കിടാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മള്? പറഞ്ഞേ, ചോദിച്ചില്ലല്ലോ. എന്ത് ചെയ്യും? 2 മൂക്ക കുത്തിയാലോ? ഇവിടെ നിന്ന് അടിച്ചാണോ? 2 മൂക്ക കുത്തിയാലോ? പറഞ്ഞേ. ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ഞാനിപ്പോ 4 മാസമാണ് ഇവിടെ കയറിയിട്ട്. ഇവിടെ എന്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെയും എന്നുവെച്ചാൽ എല്ലാ ഫ്രീഡവും ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു പ്രശ്നം വീട്ടിലറിഞ്ഞ പ്രശ്നം മറ്റു പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മൾ സ്വന്തം കാര്യം നിൽക്കുന്നു, മറ്റാരെ ഇപ്പം മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ചേച്ചി പറഞ്ഞു വെച്ചാല് പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് മീൻസ് ജോലി ഇല്ല, എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ജോലി തരാൻ മനസ്സ് കാണിച്ചല്ലോ. വലിയൊരു മനസ്സാട്ടെ. എനിക്ക് അത്രയും പറയാൻ, കാരണം ഇന്ന് നമുക്ക് ജോലി ഇല്ല, എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും പേരും ചേർത്ത് പിടിച്ച് കമന്റ് ഇട്ടവരെ കൊണ്ട് ഇതില് 5 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ സാധിക്കുമോ? 2 പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുമോ? ഈ കൺമണിക്കോ അല്ലെങ്കിൽ ഈ കമന്റ് ഇട്ടവർക്കോ ആർക്കെങ്കിലും സാധിക്കുമോ? ഇത്രയും ബാഡ് കമന്റ് വന്നിട്ട് പോലും മാം ഞങ്ങളോട് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, മാം ഞങ്ങളൊരു വീഡിയോ ഇട്ടോട്ടെ അല്ലെങ്കിൽ ഞങ്ങളൊരു കമന്റ് ഇട്ടോട്ടെ. പക്ഷെ മാം പറയുന്നത് ഇന്നേ വരയ്ക്കും ഞാൻ ആർക്കും, മാമിന് എത്രയോ പേര് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മാം ഇന്നേ വരയ്ക്കും മാം ഒരാളെ നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടില്ല. ഇതിപ്പോൾ യൂട്യൂബിലായിരുന്നാലും യൂട്യൂബിൽ മാം വീഡിയോ ഇടുന്നു, പക്ഷെ എത്രയോ പേര് യൂട്യൂബ് ചാനൽ കയറിയിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ മാം എന്തെങ്കിലും വീഡിയോ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഒരു വീഡിയോ പോലും ഇല്ല. മാം നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ ടോപ്പ് പോകണം, അതിൻ്റെ മാത്രമേ മാം വീഡിയോ ഇടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോലും ചോദിച്ചു, മാം ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങളൊരു തിട്ടോട്ടെ. അപ്പോൾ മാം പറയുന്നത് വെച്ചാൽ വേണ്ട, അത് വേണ്ട, ദൈവം കൂടെ ഉണ്ട്, അപ്പോൾ നമുക്ക് എന്ത് വന്നാലും അത് നമുക്ക് നേരിടാം. ഇത്രയും പേര് മാമിന്റെ കൂടെ ഉള്ളതുകൊണ്ട് മാം ഞങ്ങൾ സ്ട്രോങ് ആണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ നല്ല സ്ട്രോങ് ആണ്. മാമിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും, ഉറപ്പാണ്. മാമിന്റെ കൂടെ എന്തായാലും ഒരു നിൽക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളപ്പോൾ ഒരുപാട് പ്രതികരണം എടുത്തു, ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞോട്ടെ. ഭയങ്കര സന്തോഷമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു എംപ്ലോയീസിനെയൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ സ്വന്തം മക്കളെ പോലെ കെയർ ചെയ്യുന്നതാണ് എന്നോട് അശ്വതി ചേച്ചി പറഞ്ഞത്. നിങ്ങൾ എന്താണ് എനിക്ക് തോന്നുന്നു ചേച്ചിന്റെ കേസൊക്കെ ഫയൽ ചെയ്ത് മുന്നോട്ട് അല്ലേ ലീഗലി പോകുന്ന എല്ലാവരും കൂടി നിൽക്കുക. ഇതെന്താണ് സത്യാവസ്ഥയെന്ന് അറിയിക്കണം. കമന്റ് ചെയ്യുന്നവർ മാത്രമല്ല, നാളെ ഞാൻ വേറിലാണ്. അതും കൂടെ നിങ്ങൾ ചിന്തിക്കുക. അപ്പം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാരെയും ഇനി കാണാം, ഒരു അവസരത്തിൽ കാണേണ്ടി വരും കേട്ടോ. അപ്പം ശരി.